ഹലോ സഹോദരങ്ങളെ, മൂന്ന് പേരും വെള്ളത്തിലൊക്കെ കളി കഴിഞ്ഞിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നു. കണ്ടില്ലേ? അപ്പുറത്തെ സൈഡിലുള്ള ചെടിയുടെ ഇല മൊത്തപ്പോൾ കാര്യമാക്കും. ചില സമയത്ത് ഇവർ കാണിക്കാണ്ട് നമ്മൾ വിചാരിക്കും ഇവർക്ക് ബോധമില്ലേ, തിന്നാൻ പറ്റാത്ത ഇലയൊക്കെ കൊത്തിക്കൊണ്ട് നടക്കും. ഇപ്പോൾ കുറച്ച് കഴിയുമ്പോൾ കാണാം പ്ലാസ്റ്റിക് കൊത്തിക്കൊണ്ട് നടക്കുന്നത്. അങ്ങനെ പല തരത്തിലുള്ള സ്വഭാവങ്ങൾ ഇവർ കാണിക്കും. നമ്മൾ ഏത് ജീവികളെ നോക്കിക്കഴിഞ്ഞാലും അവരുടെ ഡെയിലുള്ള കാര്യങ്ങളിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ഭക്ഷണം തന്നെയാണ്. അപ്പോൾ ഒരു ഭക്ഷണം തേടിയിട്ടുള്ള യാത്രയായിരിക്കും മിക്ക മൃഗങ്ങളും കാട്ടിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ. നമ്മൾ വളർത്തുന്ന മൃഗങ്ങളായാലും പക്ഷികളായാലും അതുപോലെ തന്നെയാണ്. അവരെ രാവിലെ അഴിച്ചു വിട്ട് കഴിഞ്ഞാൽ അവർ പറമ്പിൽ മൊത്തം നടന്ന് തിന്നാൻ പറ്റുന്നതൊക്കെ തിന്ന് കോഴികളൊക്കെ കണ്ടിട്ടില്ലേ, ചിക്കിച്ചകഞ്ഞിട്ട് തിന്നണത്. അതുപോലെ തന്നെ കോഴികളെ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, മണ്ണിലൊക്കെ പോയി കിടന്ന് മണ്ണ് കുളി മഡ് ബാത്തൊക്കെ ചെയ്യുന്നത് കണ്ടിട്ടുണ്ടാവും. അതൊക്കെ അവർക്ക് വേണ്ട കാര്യങ്ങളാണ്. കോഴികൾ മഡ് ബാത്ത് ചെയ്യുന്നത്, താറാവുകളും ഇതുപോലെ തന്നെ മണ്ണിലൊക്കെ കിടക്കാറുണ്ട്. പൂച്ചകളെ നോക്കിയാലും കാണാൻ പറ്റും മണ്ണിലൊക്കെ കിടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും മറഞ്ഞിട്ട് മരത്തിൽ പോയിട്ടൊക്കെ കൈ കൊണ്ട് നഖം കൊണ്ട് മാന്തി വയ്ക്കുന്നത്. അതൊക്കെ നായകൾ മൂത്രമൊഴിച്ച് വയ്ക്കുന്ന പല സ്ഥലങ്ങളിലൊക്കെ ആയിട്ട് അതൊക്കെ അവരുടെ സ്ഥലം മാർക്ക് ചെയ്യാനും അങ്ങനെ പല പലതായിട്ടുള്ള അവർ കാര്യങ്ങളാണ്. നമ്മൾ മനുഷ്യന്മാർ ഇവരെ വീട്ടിൽ മറ്റും വളർത്താനായിട്ടൊക്കെ തുടങ്ങുന്നതിന് മുമ്പ് ഒരു കാട്ടിൽ ജീവിച്ചപ്പോൾ ഉണ്ടായിരുന്ന കാര്യങ്ങൾ തന്നെയാണ് ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷേ വീട്ടിൽ വളർത്തുമ്പോൾ ഇവർക്ക് പരിമിതികളുണ്ട്. അത് കാരണം ഇവർക്ക് എല്ലാം ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളൊരു പ്രശ്നം മാത്രമേ ഉള്ളൂ. നമ്മുടെ താറാകൂട്ടന്മാരുടെ കാര്യത്തിൽ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ചുറ്റും മതിൽ മൊത്തത്തിലില്ലാത്ത കാരണം ഗ്യാപ്പുള്ള സ്ഥലത്ത് കൂടെ നായകളും പൂച്ചകൾ അതുപോലെ മറ്റ് ജീവികളൊക്കെ കയറി വരും. അപ്പോൾ ഇവർക്കതൊരു ഭീഷണിയാണ്. അപ്പോൾ അത് കാരണം ഇവരെ നമ്മൾക്ക് കൂടെ നിന്ന് ഇവരെ മെയ്യാൻ പറ്റുന്ന സമയത്ത് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെ ഇവരെ പുറത്ത് വിടാൻ പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെ നമ്മൾ കൊടുക്കുന്ന ഭക്ഷണത്തെ ആശ്രയിച്ചാണ് ഇവരുടെ വളർച്ചയും വരുന്നത്. നമ്മൾ ഇവർക്ക് പറ്റാവുന്ന രീതിയിലുള്ള ഏറ്റവും നല്ല ഭക്ഷണം തന്നെയാണ് കൊടുക്കുന്നത്. അതുപോലെ തന്നെ ഈ ഇറക്കി വിടുന്ന സമയത്ത് ഇവർ ഈ കുടിക്കുന്ന വെള്ളം, കഴിക്കുന്ന ഇലകൾ, അതൊക്കെ വെച്ചിരിക്കും ഇവരെ വളർച്ചയുടെ കാര്യങ്ങൾ. ഇവരെ നമ്മൾ വീട്ടിലും നാട്ടിലൊക്കെ വളർത്തുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് കുറച്ചും കൂടി സുരക്ഷ ഉണ്ടാവും. അസുഖങ്ങൾ വന്നു കഴിഞ്ഞാൽ നമ്മൾ പരിപാലിക്കും, വാക്സിനേഷൻ, മരുന്നുകൾ, അങ്ങനെ കാര്യങ്ങളുണ്ട്. പക്ഷേ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് കുറച്ച് സ്വാതന്ത്ര്യം കുറയും. അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാൻ പറ്റില്ല, ഒരു പറമ്പിനുള്ളിൽ അല്ലെങ്കിൽ മതിലിനുള്ളിൽ മാത്രം പറ്റുള്ളൂ. പക്ഷേ ഒരു കാട്ടിലാണെങ്കിൽ ബാക്കിയുള്ള സംഭവങ്ങളെല്ലാം പറ്റും. പക്ഷേ സുരക്ഷ, ഈ പറഞ്ഞ പോലെ മരുന്നുകൾ, അസുഖം വന്നു കഴിഞ്ഞാൽ ചികിത്സിക്കാനൊന്നും പറ്റില്ല. അപ്പോൾ ഇവരങ്ങനെ അതുപോലെ വന്യമൃഗങ്ങളുടെ ആക്രമണമൊക്കെ വെച്ചിട്ട് ഇവർ ചത്തുപോകാനും ചാൻസ് ഉണ്ട്.